ബാച്ചിലർ ഓഫ് സയൻസിൽ സൈക്കോളജി മേജർ ചെയ്യുന്നു. ഞാൻ പിന്നെ മൈനറായിട്ട് എടുത്തിരിക്കുന്നത് ജേർണലിസം ഫിലോസഫിയാണ്. അപ്പോൾ ഇത് ശ്രാവൺ. വിദേശ പഠനത്തെക്കുറിച്ചല്ല ശ്രാവണിൻ്റെ ഈ സംഭാഷണം. നമ്മുടെ കേരള സർവകലാശാലയിലെ ഓണേഴ്സ് പഠനത്തെക്കുറിച്ചാണ്, അതിൻ്റെ പ്രതീക്ഷയെക്കുറിച്ചാണ്. ഒരുമിച്ച് പഠിക്കാൻ തോന്നി എനിക്ക്. പക്ഷേ ഇനി വേണമെങ്കിൽ ഫിലോസഫിയിലോട്ട് മേജറാക്കി മാറാനുള്ളൊരു ഫ്ലെക്സിബിൾ റൂം ഈ കോഴ്സ് എനിക്ക് തരുന്നുണ്ട്. FIUGP വരുന്നതിന് മുമ്പ് ഒരു സബ്ജക്റ്റ് എടുത്ത് മേജർ ചെയ്ത് അത് തന്നെ കംപ്ലീറ്റ് ചെയ്യണം എന്ന് നിർബന്ധമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ എനിക്ക് പിന്നെ ഒരു മനംമാറ്റം വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് മാറാൻ പറ്റും. ഇനി സൈക്കോളജി ആയാലും ഫിലോസഫി ആയാലും എന്തായാലും എനിക്ക് തന്നെ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഇൻറ്റേൺഷിപ്സ് ഉണ്ട്. അതായത് സമ്മർ വെക്കേഷനുകളിൽ എനിക്ക് പോയി ഇൻറ്റേൺഷിപ്പ് വർക്ക് ചെയ്യാം. അപ്പോൾ ഒരുപാട് പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജും എക്സ്പീരിയൻസും കിട്ടും. അതായത് ഒരു ക്ലാസ് റൂമിൽ തിയറി പഠിക്കുന്നതിലുപരി അത് പോയി എൻജോയ് ചെയ്ത് അത് എക്സ്പ്ലോർ ചെയ്ത് അത് എന്താണെന്ന് അറിഞ്ഞ് പഠിക്കാനുള്ളത്. അതായത് നോളജിൻ്റെ സേക്കിന് വേണ്ടി എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് ഇപ്പോഴത്തെ കോഴ്സ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രത്തോളം ഫ്രീഡം എനിക്ക് കിട്ടുന്നുണ്ട്. I'm here for the first time in Kerala for the 4-year UG program at the University of Kerala, Kariyottam campus. I've never been to Kerala before. I'm here just for the course because I've never seen any program so unique and similar, focusing basically on the skill development for younger generation right now. The internship and the 25 days of job opportunities that the course provides at the end of the entire research and honors. It's just the best added advantage available only in Kerala, and I have left the other seat in my university and I came all over here just to experience all that, explore, gain knowledge, get to meet new people, learn the heritage and culture of the Kerala. ഞാനും ഇതേപോലെ +2 കഴിഞ്ഞിട്ട് കാനഡയിൽ പോകാൻ അങ്ങനെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ അവിടുത്തെ ഡിഗ്രിക്കും ഡിപ്ലോമയ്ക്കും ഒന്നും ഇതേപോലത്തെ ഒരു വാല്യൂ കിട്ടത്തില്ല. ഇതിനാണ് ഒന്നുകൂടി വാല്യൂ ഉള്ളത്. നമ്മുടെ സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകളിലെ ഡിഗ്രി പഠന രീതികൾ മാറുകയാണ്. കാലത്തിന് ചേരും വിധത്തിലും ഭാവി തൊഴിൽ സാധ്യതകൾ ഉറപ്പാക്കുന്ന തരത്തിലും. ഓരോ കുട്ടിക്ക് ഓരോ കുട്ടിയുടെ താല്പര്യത്തിൽ നമുക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. അപ്പം മ്യൂസിക് ആണെങ്കിൽ മ്യൂസിക്, ഇനി വേറെ ഏതെങ്കിലും സയൻസ് സബ്ജക്റ്റ് അല്ലാണ്ട് പുറത്തുനിന്ന് വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് പഠിക്കണമെങ്കിൽ അത് ചൂസ് ചെയ്യുക. അങ്ങനെ ഒരു പുതിയൊരു പ്ലാനാണ് ഈ വർഷം മുതലുള്ളത്. അപ്പം ശരിക്കും പറഞ്ഞാൽ എന്നെപ്പോലത്തെ വിദ്യാർത്ഥികൾക്ക് വേറെ എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാൻ ഉള്ള വിദ്യാർത്ഥികൾക്ക് ശരിക്കും ഇതൊരു നല്ല അവസരമാണ്. ഒരു സ്കൂളിൽ നിന്ന് നേരെ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പോൾ അവിടെയുള്ള സാധ്യതകൾ തന്നെ ആദ്യം ഒരു അത്ഭുതപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നേരത്തെ നമുക്ക് ഇത് വിളമ്പിക്കൊണ്ടിരുന്നൊരു സദ്യ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് പുതിയ കാലത്തിൻ്റെ രീതിയിൽ ഒരു ബൊഫേ ആയിട്ട് മാറിയിട്ടുണ്ട്. എനിക്കിഷ്ടമുള്ള വിഭവങ്ങൾ എനിക്കിഷ്ടമുള്ള രീതിയിൽ എനിക്കിഷ്ടമുള്ള സമയത്ത് എടുക്കാം എന്നുള്ള രീതിയിലേക്ക്. അപ്പോൾ ഒന്നാമതായിട്ട് എനിക്ക് പ്രതീക്ഷിച്ചൊരു മാറ്റവും കിട്ടിയൊരു സവിശേഷതയുമാണ് ഇതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി ആൻഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ കോഴ്സിലൂടെ ഞാൻ ഉറ്റുനോക്കുന്നത് തീർച്ചയായും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും അതിലൊക്കെ അപ്പുറമായിട്ട് ഒരു വ്യക്തി എന്ന രീതിയിൽ എനിക്ക് സംഭവിക്കാനിരിക്കുന്ന കുറേ പേഴ്സണൽ ഗ്രോത്തും ഡെവലപ്മെൻറ്റും ഒക്കെയാണ്. ഞാനിപ്പം മാറിവാനിയസ് കോളേജിൽ നിന്ന് ഡിഗ്രി പാസ് ഔട്ടായ വിദ്യാർത്ഥിനിയാണ്. കുറച്ചും കൂടെ മുമ്പ് ഈ പ്ലാൻ ഇറങ്ങിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആശിച്ചു പോവാണ്. പ്രത്യേകിച്ചും ആ സിലബസ് ഒക്കെ കണ്ടപ്പം ജോലി സാധ്യതകൾ വിവിധതരം പേപ്പർ പഠിക്കുന്നുള്ള ജോലി സാധ്യതകളുടെ ഓപ്പർച്യൂണിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. അത് വിദ്യാർത്ഥികൾക്ക് എന്തുകൊണ്ടും വളരെ മനോഹരമായ ഒരു തീരുമാനം കൂടിയാണ്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ എന്ത് ഫീൽഡിൽ പോകണമെന്ന് ചിന്തിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പേപ്പറായിട്ട് പഠിക്കുവാനും എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു ഐഡിയ കൂടി കിട്ടുന്നു. ഇവരുടെ പ്രതീക്ഷകൾക്കും അപ്പുറത്തേക്കാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കേരളത്തിൻ്റെ ലക്ഷ്യബോധം. പൊതുവിദ്യാഭ്യാസത്തിൻ്റെ സ്വാഭാവിക തുടർച്ചയായി അക്കാഡമിക് പഠനവും ഇഷ്ടവിഷയത്തിൽ നൈപുണ്യ വികസനവും. ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്ന 4 വർഷ ബിരുദ കോഴ്സിന്റെ ചുരുക്കം ഇത്ര മാത്രമാണ്. ജ്ഞാനോൽപാദനത്തിനും നൈപുണ്യ പരിശീലനത്തിനും ഒരുപോലെ പ്രാമുഖ്യം നൽകുന്ന ദ്വിമുഖ സമീപനം, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിലെ പ്രോഗ്രാമുകളും കോഴ്സുകളും പരിഷ്കരിക്കപ്പെടുന്നത്. എല്ലാ വിദ്യാർത്ഥികളെയും ഒറ്റ അച്ചിൽ വാർത്തെടുക്കാതെ വിദ്യാർത്ഥികളുടെ താല്പര്യങ്ങൾക്കും അഭിരുചികൾക്കും അനുസൃതമായ രീതിയിൽ അവരുടെ കരിയറും കരിക്കുലവും സ്വയം ഡിസൈൻ ചെയ്യാം. ഇതാണ്
ഇതിൻ്റെ സവിശേഷത. ഒരു പ്രത്യേക വിഷയത്തിൽ 3 വർഷം സെമസ്റ്റർ അടിസ്ഥാനത്തിൽ അക്കാഡമിക് പഠനം. ഡിഗ്രി കഴിഞ്ഞാൽ അതേ വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം. ഒരിക്കൽ തിരഞ്ഞെടുത്താൽ വിഷയം മാറ്റാനോ പഠന താൽപ്പര്യമനുസരിച്ച് അഭിരുചികൾ വർദ്ധിപ്പിക്കാനോ കഴിയാത്ത തരത്തിലുള്ള അക്കാഡമിക് സമീപനം. പഠിച്ച വിഷയത്തിൽ ഗവേഷണം, പഠിക്കാത്ത വിഷയത്തിലും തൊഴിലന്വേഷണം. കുറവുകൾ ഏറെയുണ്ടെന്ന് വിലയിരുത്തപ്പെട്ട ഈ ബിരുദ പഠന രീതിക്കാണ് വർഷങ്ങൾക്ക് ശേഷം ഒരു സർക്കാർ മുൻകൈയെടുത്ത് മാറ്റങ്ങൾ ഉറപ്പാക്കുന്നത്. ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള തൊഴിലവസരങ്ങളിലേക്ക് തങ്ങളുടെ അഭിരുചിയും താൽപ്പര്യവും അനുസരിച്ച് കടന്നു ചെല്ലാൻ നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് കഴിയും. അതിന് സഹായകരമായ നിലയിലാണ് ഈ മാറ്റങ്ങൾ മുന്നോട്ട് വയ്ക്കപ്പെട്ടിട്ടുള്ളത്. ക്യാമ്പസിനകത്ത് തന്നെ തൊഴിലാഭിമുഖ്യവും സംരംഭകത്വ താൽപ്പര്യവുമെല്ലാം വർദ്ധിപ്പിക്കുന്നതിന് സാഹചര്യമൊരുക്കുമ്പോൾ തന്നെ ഗവേഷണാത്മകമായിട്ടുള്ള അഭിരുചികളുള്ള വിദ്യാർത്ഥികൾക്ക് ആ ദിശയിൽ മുന്നോട്ട് പോകാൻ വേണ്ടുന്ന എല്ലാ പിന്തുണയും ബിരുദതലത്തിൽ തന്നെ നൽകാനാകുന്നു എന്നുള്ളതാണ് ഈ മാറ്റങ്ങളുടെ കേന്ദ്ര ബിന്ദുവായിട്ടുള്ള കാര്യം. നിലവിലെ ബിരുദ സമ്പ്രദായത്തിൽ നിന്നുള്ള അടിമുടി മാറ്റമാണ് ഇത്തവണ സർക്കാർ ഉറപ്പാക്കുന്നത്. പഠനം 4 വർഷം. നിർബന്ധമായും ആരും 4 വർഷം പഠിക്കണം എന്ന വ്യവസ്ഥയില്ല. 3 വർഷം കൊണ്ട് ബിരുദം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഉറപ്പാക്കുന്ന സംവിധാനം. 4-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക് ഒന്നുകിൽ ഓണേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ ഓണേഴ്സ് വിത്ത് റിസർച്ച്. ബിരുദാനന്തര ബിരുദം നേടാതെ തന്നെ PhDക്ക് ചേരാനുള്ള അവസരമൊരുക്കുന്ന പഠനരീതിക്ക് തുടക്കത്തിൽ തന്നെ വലിയ സ്വീകാര്യത ലഭിച്ചു കഴിഞ്ഞു. വളരെയധികം സ്വീകാര്യതയുള്ള ഒരു പ്രോഗ്രാമാണ് ഈ 4 വർഷ പ്രോഗ്രാം. എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിൽ ആണ് ഈ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ. ഒരു വിഷയം മേജറായും മറ്റൊരു വിഷയം മൈനറായും എടുക്കാം. കുട്ടിക്ക് 2 സെമസ്റ്റർ കഴിയുമ്പോൾ 3-ാമത്തെ സെമസ്റ്ററിൽ ഈ മേജറും മൈനറും മാറാൻ പറ്റുന്ന തരത്തിലുള്ള ഫ്ലെക്സിബിലിറ്റി ഇതിനകത്തുണ്ട്. രക്ഷിതാക്കളായിരുന്നു മിക്കപ്പോഴും കൗമാരക്കാരുടെ പഠന വിഷയം തിരഞ്ഞെടുത്തിരുന്നത്. പഠന വിഷയങ്ങളുടെ ഉള്ളടക്കങ്ങൾ ചർച്ച ചെയ്തിരുന്നതും സ്വന്തം കുട്ടിയുടെ ഭാവി ഉറപ്പാക്കാനുള്ള അവരുടെ വ്യഗ്രതയിലായിരുന്നു. നല്ല മനുഷ്യനാവുക എന്നതാണ് പഠനത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമെങ്കിലും പഠനശേഷം ഉയർന്ന ജോലി, നല്ല ജീവിതം, അതുതന്നെയാണ് എക്കാലത്തും രക്ഷിതാക്കളുടെ മുൻഗണന. ഇത് കുട്ടികളുടെ ഭാവിയിലേക്കുള്ള ഒരു ഇൻ്റർനാഷണൽ കോമ്പാറ്റബിലിറ്റിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുട്ടികൾക്ക് വിദേശ രാജ്യങ്ങളിൽ ഇതിൻ്റെ ഹയർ സ്റ്റഡീസിന് പോകാൻ സാധിക്കും. ഈ 4 വർഷം ഓണേഴ്സ് ബിരുദം പൂർത്തിയാകുന്നൊരു വിദ്യാർത്ഥിക്ക് 1 വർഷത്തെ ബിരുദാനന്തര ബിരുദ പഠനം മതിയാകും. നിലവിൽ അങ്ങനെയായിരുന്നില്ല. നിലവിൽ 2 വർഷ ബിരുദാനന്തര ബിരുദം തന്നെയായിരുന്നു കുട്ടികൾക്ക് പഠിക്കേണ്ടിയിരുന്നത്. അപ്പോൾ 4 വർഷം ഓണേഴ്സ് ബിരുദം പൂർത്തിയാകുന്ന കുട്ടിക്ക് 1 വർഷത്തെ ബിരുദാനന്തര ബിരുദ പഠനം മതിയാകും. നമ്മുടെ ഇവിടെ മാത്രമാണ് 3 ഇയർ ഡിഗ്രി ഇങ്ങനെ കാണുന്നത്. പുറത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഇയർ ഡിഗ്രി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു കോഴ്സ് വന്നതുകൊണ്ട് പുറത്ത് പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വാലിഡിറ്റി ക്വാളിഫൈഡ് ഇൻഡിവിജ്വൽസ് ആയിട്ട് നമുക്ക് നിൽക്കാം. ഇത്തരം അഭിപ്രായങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നൂതന മേഖലയിലടക്കം ഗവേഷണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ ആവശ്യമായ ജ്ഞാനവും നൈപുണ്യവും അഭിരുചിയും ഉറപ്പാക്കുന്ന തരത്തിൽ ഓണേഴ്സ് ഡിഗ്രി പഠനം സംസ്ഥാനത്ത് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. പഠനശേഷമല്ല, പഠനത്തിനൊപ്പമാണ് തൊഴിൽ പരിശീലനം. അഭിരുചികൾക്കനുസൃതമാണ് ഇനി ബിരുദദാനം. കുട്ടിക്ക് നൽകപ്പെടുന്ന തൊഴിൽ പരിചയങ്ങളും തൊഴിൽ പരിശീലനങ്ങളും. ഇതുവരെ ഡിഗ്രി വിദ്യാഭ്യാസത്തിൽ തൊഴിൽപരമായ യാതൊരു വിധത്തിലുള്ള കമ്പണൻറ്റുകളും നമുക്കില്ലായിരുന്നു. എന്നാൽ ഇനി തൊട്ട് കുട്ടി ഒരു കോളേജിലെത്തിയാൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ തൊഴിൽപരവുമായി തൊഴിലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പരിശീലനങ്ങളും കോഴ്സുകളും ഈ വിദ്യാഭ്യാസ പദ്ധതിയിലുണ്ട്. കുട്ടിക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുത്ത് തൊഴിൽപരമായ മുന്നേറ്റത്തിനുള്ള സാധ്യതയും ഈ സിസ്റ്റത്തിൽ ഉണ്ട്.
പുതിയ കാലത്തെ കരിയർ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് സ്വന്തം വിദ്യാഭ്യാസം രൂപകൽപ്പന ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൂടിയാണ് ഓണേഴ്സിലൂടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. സബ്സിഡിയറി വിഷയങ്ങൾ സ്വന്തം നിലയിൽ തീരുമാനിക്കാം. കെമിസ്ട്രിയോടൊപ്പം ഫിസിക്സും കണക്കും നിർബന്ധമായി പഠിക്കണമെന്ന നിലവിലെ വ്യവസ്ഥയ്ക്ക് പകരം ഫിസിക്സും ഇലക്ട്രോണിക്സുമോ സാഹിത്യവും സംഗീതവുമോ കെമിസ്ട്രി മാത്രമോ പഠിക്കാനുള്ള സ്വാതന്ത്ര്യം വിദ്യാർത്ഥിക്ക് ലഭിക്കുന്നു. ആദ്യ 2 സെമസ്റ്ററിന് ശേഷം ആവശ്യമെങ്കിൽ വിദ്യാർത്ഥിക്ക് മേജർ വിഷയം തന്നെ മാറ്റിയെടുക്കുകയുമാകാം. ഇതിൽ ഒരു വിദ്യാർത്ഥിക്ക് സയൻസ് ആകട്ടെ, കൊമേഴ്സ് ആകട്ടെ, മറ്റേത് തലങ്ങളിലാണെങ്കിലും അവർക്ക് മ്യൂസിക് അടക്കമുള്ള, ഹിസ്റ്ററി അടക്കമുള്ള, പൊളിറ്റിക്കൽ സയൻസ് അടക്കമുള്ള തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഏതൊരു കോഴ്സും സെലക്ട് ചെയ്യാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ഒരു ഫ്ലെക്സിബിലിറ്റി ഒരു വിദ്യാർത്ഥിക്ക് തന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാനും അതിനനുസരിച്ച് തൻ്റെ കരിയർ അടക്കമുള്ള മറ്റു സ്കിൽസുകളെ വളർത്തിയെടുക്കാനും സാധിക്കുന്നതിലൂടെ ഒരു വലിയ വിദ്യാഭ്യാസ വിപ്ലവത്തിന് തന്നെയാണ് ഇവിടെ സാക്ഷ്യം കുറിക്കുന്നത്. നമ്മളെ കേപ്പബിലിറ്റിക്ക് അനുസരിച്ചിട്ട് ചെയ്യേണ്ട ഓരോ കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഭാവിയിൽ കുറേ കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. സാധാ ഡിഗ്രി എടുക്കുന്ന പോലെ പ്ലെയിൻ ആയിട്ട് എടുത്തിട്ട് തീർക്കലല്ല, കുറേ എക്സ്ട്രാ ആയിട്ട് കാര്യങ്ങൾ വന്നുകൊണ്ട് അത് കുറേ ഹെൽപ്ഫുള്ളായിരിക്കും. എനിക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് ലഭിക്കുന്ന കോഴ്സുകൾ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, എൻ്റെ അഭിരുചിക്ക് അനുസരിച്ച് തിരഞ്ഞെടുക്കാൻ പറ്റും എന്നുള്ളത് വളരെയധികം സന്തോഷം ഉള്ള ഒരു കാര്യമാണ്. അങ്ങനെ അധ്യയനം, പഠനം, പരീക്ഷ, മൂല്യനിർണയം എന്ന പരമ്പരാഗത രീതിക്ക് ആദ്യമായി നമ്മുടെ കേരളം മാറ്റം വരുത്തുകയാണ്. ഇനി വിദ്യാർത്ഥികളെ ബിരുദത്തിനായി പഠിപ്പിക്കുകയല്ല, വിദ്യാർത്ഥികൾ പഠിക്കുകയാണ്. അതിനായുള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകലാണ് കലാലയങ്ങളുടെ ദൗത്യം. സഹായമെന്ന നിലയിലാണ് വിദ്യാർത്ഥികൾക്ക് അക്കാഡമിക് കൗൺസിലർമാരുടെ സേവനം. കുട്ടികളുടെ അഭിരുചികൾ ഗൂഗിൾ ഫോം വഴി മനസ്സിലാക്കി അതിനനുസൃതമായ അവർക്ക് വേണ്ടപ്പെട്ട കോഴ്സുകൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് അക്കാഡമിക് കൗൺസിലറോട് ചേർന്നുള്ള മറ്റ് അധ്യാപക കമ്മിറ്റികളും ചെയ്യുന്നത്. തീർച്ചയായും കുട്ടികൾ വന്ന് ഇത് പഠിച്ച് ഒരു സെമസ്റ്റർ കഴിയുമ്പോൾ അത് വിലയിരുത്തി അതിനുശേഷം ഇതെങ്ങനെ കൂടുതൽ മികവാർന്ന രീതിയിൽ കുട്ടികൾക്ക് ലഭ്യമാക്കാം എന്നുള്ള ചിന്തയിലാണ് ഈ 4 വർഷ പ്രോഗ്രാമിലുള്ള അക്കാഡമിക് കൗൺസിലറും അതിൻ്റെ കമ്മിറ്റികളും. റെഗുലർ പഠനത്തോടൊപ്പം ഓൺലൈനായി കോഴ്സുകൾ പഠിക്കാനും അനുവാദമുള്ള പുതിയ പഠനരീതിയിൽ ആവശ്യക്കാർക്ക് കോളേജോ സർവകലാശാലയോ തന്നെ മാറാനും സാധിക്കും. 1-2 വർഷം പഠിച്ച ശേഷം ഇടവേളയെടുത്ത് പുറത്തുപോകാനും 3 വർഷത്തിനകം തിരിച്ചുവന്ന് പഠനം പൂർത്തിയാക്കാനും വിദ്യാർത്ഥിക്ക് അവസരം നൽകുന്ന ഓണേഴ്സ് ഡിഗ്രി ക്രെഡിറ്റ് സംവിധാനത്തിലൂടെയാണ് സാധ്യമാകുന്നത്. ബിരുദത്തിന് 133 ക്രെഡിറ്റ്, 177 ക്രെഡിറ്റ് ആർജിച്ചാൽ ഓണേഴ്സ് ബിരുദം. UGC റെഗുലേഷൻ പറയുന്നത് 120 ക്രെഡിറ്റാണ് 3 വർഷ ബിരുദത്തിന് നൽകിയിരിക്കുന്നത്. പക്ഷേ കേരളം 3 വർഷ ബിരുദത്തിന് കൊടുത്തിരിക്കുന്ന ക്രെഡിറ്റ് 133 ക്രെഡിറ്റാണ്. 4 വർഷ ബിരുദത്തിന് 177 ക്രെഡിറ്റാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രസക്തമായ ഒരു പോയിൻ്റ്, 3 വർഷ ബിരുദത്തിന് 60 ക്രെഡിറ്റ് ഉള്ളപ്പോൾ, UGC നിർദ്ദേശിക്കുന്ന 60 ക്രെഡിറ്റ് ഉള്ളപ്പോൾ, കേരളത്തിൽ നടപ്പാക്കുന്ന UGC നിർദ്ദേശത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ കേരളത്തിൽ നടപ്പാക്കുന്ന 3 വർഷ 4 വർഷ ബിരുദ പ്രോഗ്രാമിൽ 3 വർഷ കോഴ്സുകൾക്ക് മേജർ സബ്ജക്റ്റായിട്ട് 68 ക്രെഡിറ്റ് പഠിക്കാൻ കഴിയുന്നു. 4 വർഷ ബിരുദ പ്രോഗ്രാമിന് 80 ക്രെഡിറ്റിന് പകരം 88 ക്രെഡിറ്റ് പഠിച്ച് കുട്ടി കൂടുതൽ മേജർ സബ്ജക്റ്റുകൾ പഠിക്കുന്നു എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട്. തൊഴിലിനും നൈപുണ്യത്തിനും വലിയ പ്രാധാന്യമാണ് 4 വർഷ ബിരുദ പ്രോഗ്രാമിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉറപ്പാക്കിയിരിക്കുന്നത്. താൽപ്പര്യമുള്ളവർക്ക് അവസാന സെമസ്റ്ററിൽ പൂർണ്ണമായും ഇന്റേൺഷിപ്പ്, പ്രോജക്റ്റ്, തൊഴിലധിഷ്ഠിത പരിശീലനം എന്നിവ ഉറപ്പാക്കാം. പഠിക്കുന്ന വിഷയത്തിലോ ബന്ധപ്പെട്ട തൊഴിൽ മേഖലകളിലോ താൽപ്പര്യമുള്ള മറ്റു മേഖലകളിലോ 4 മുതൽ 5 മാസം വരെ പൂർണ്ണമായും പ്രവർത്തിക്കാനുള്ള അവസരം ലഭിക്കുന്നു. 25 ദിവസം നിർബന്ധമായും തൊഴിലധിഷ്ഠിത പരിശീലനം. അത് ക്യാമ്പസിനകത്തോ പുറത്തോ മറ്റു തൊഴിൽശാലകളിലോ സർക്കാർ, അർദ്ധ സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങളിലോ വിദേശത്തോ പോലും ആകാമെന്നതും ഈ പഠനത്തിലെ പ്രത്യേകതയാണ്.
ഇൻറ്റേൺഷിപ്സിനെ പറ്റി പറയുമ്പം നമ്മൾ വെൽ റൗണ്ടഡ് ഇൻഡിവിജ്വൽ ആവാൻ ഇൻറ്റേൺഷിപ്സ് ഞങ്ങൾക്ക് സെക്കൻഡ് ഇയർ മുതൽ ഓഫർ ചെയ്യുന്നുണ്ട്. പലവിധ പ്രൊഫഷണൽസിൻ്റെ കൂടെയും പല ഇൻഡസ്ട്രിയുടെ കൂടെ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനും നമ്മുടെ എടുത്ത സബ്ജക്റ്റിനെ പറ്റി കുറച്ചുകൂടി ഡീപ്പ് നോളജ് കിട്ടാൻ വേണ്ടി ഇൻറ്റേൺഷിപ്സ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കുട്ടികൾ ഈ പുതിയ കാലത്ത് വളരെ പ്രായോഗികമതികളാണ്. അങ്ങനെ ആയേ അവർക്ക് മതിയാവുള്ളൂ. അവർ മൾട്ടി ടാസ്ക് അല്ലെങ്കിൽ മൾട്ടി ടാലൻറ്റഡ് ആണ്. ഇപ്പം നമ്മളിപ്പോൾ പണ്ടത്തെ പോലെ ഒരു BSc പഠിക്കുന്ന കുട്ടി അല്ലെങ്കിൽ BA പഠിക്കുന്ന കുട്ടി അത് മാത്രം പഠിക്കുക എന്നല്ല, ഒരു പല ടാലൻറ്റുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണാറുണ്ട്. പല കോഴ്സുകൾ പലപ്പോഴായിട്ട് ചെയ്യുന്നത് കാണാറുണ്ട്. അത് ചിലപ്പോൾ വിവാഹമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കാം അടുത്തൊരു കോഴ്സ് അവർ ചെയ്യുന്നത്. അങ്ങനെ മൾട്ടിപ്പിൾ കോഴ്സുകളിൽ അവർക്ക് ഡിപ്ലോമയും അങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ട്. പറ്റിയ ജോലിയിലേക്ക് അവർ കയറുന്നുണ്ട്. അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ ഈ കുട്ടികൾ വളരെ അവരുടെ മസ്തിഷ്കം, ബ്രെയിൻ എന്ന് പറയുന്നത് വളരെ യങ്ങായിരിക്കുന്ന സമയത്ത് അവർക്ക് പല കോഴ്സുകൾ ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ ഒരു നല്ല കാര്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. പരീക്ഷയെ അകറ്റി നിർത്തുന്ന രീതിയിലല്ല ഓണേഴ്സ് പഠനം വിഭാവനം ചെയ്തിരിക്കുന്നത്. പഠനത്തിനൊപ്പം പരീക്ഷയും മൂല്യനിർണയവും ഉണ്ടാകും. ദൈർഘ്യം കുറഞ്ഞ പരീക്ഷകൾ, ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക പരീക്ഷാ രീതികൾ, വിഷയത്തിൻ്റെയും കോഴ്സിൻ്റെയും സ്വഭാവമനുസരിച്ച് വിദ്യാർത്ഥി ആർജിക്കേണ്ട ജ്ഞാനവും നൈപുണ്യവും പരിശോധിക്കുന്ന വിധത്തിലാണ് ഓരോ പരീക്ഷയും നടക്കുന്നത്. കേവലം എഴുത്തുപരീക്ഷ എന്നതിനപ്പുറം വിവിധ മാർഗങ്ങളിലൂടെ വിദ്യാർത്ഥികളുടെ കഴിവുകൾ പരിശോധിക്കുന്നു. പരീക്ഷയിലെ മികവ് മാത്രമല്ല ബിരുദം നേടാനുള്ള മാനദണ്ഡമെന്ന് പുതിയ സംവിധാനത്തിലൂടെ ഉറപ്പാക്കുന്നു. പഴയ പരീക്ഷാ സമ്പ്രദായങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പലതരത്തിലുള്ള ഇവാലുവേഷൻ പ്രോസസ്സുകൾ നമുക്ക് ആസൂത്രണം ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് പ്രോജക്റ്റുകൾ, അതുപോലെ ക്വിസ്, അങ്ങനെ തുടങ്ങി നൂതന രീതിയിലുള്ള പരീക്ഷാ രീതികൾ ഈ പ്രോഗ്രാമുകളിൽ നമുക്ക് അവലംബിക്കാൻ സാധിക്കും. പരീക്ഷ നടത്തുമ്പോൾ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ എന്ന് പറയുന്ന സമ്പ്രദായം നമുക്ക് ഇതിനകത്ത് പ്രാവർത്തികമാക്കാം. അധ്യാപകരുടെ ജോലി സുരക്ഷയും ഉറപ്പാക്കുന്നതാണ് ഓണേഴ്സ് പഠനരീതി. UGCയുടെ ഓൺലൈൻ പ്രോഗ്രാമുകൾക്കപ്പുറം കേരളത്തിലെ അധ്യാപകരുടെ അക്കാദമിക് വൈദഗ്ധ്യം ഉപയോഗിച്ച് സിഗ്നേച്ചർ കോഴ്സുകളാണ് കേരളം 4 വർഷം ബിരുദ പഠനത്തിനൊപ്പം യാഥാർത്ഥ്യമാക്കുന്നത്. തീർത്തും വ്യത്യസ്തമായ ഒരു ഓൺലൈൻ പഠനമാർഗമാണ് ഇതിലൂടെ കേരളം തുടക്കമിടുന്നത്. FYUGP കോഴ്സിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് കോഴ്സുകൾ എടുക്കാനും അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്രെഡിറ്റ് സ്വയം പോർട്ടലൊക്കെ വഴി നമുക്ക് കോഴ്സ് എടുത്ത് നമ്മുടെ അക്കാഡമിക് ബാങ്കിലോട്ട് ക്രെഡിറ്റ് അച്ചീവ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അതൊക്കെ സ്റ്റുഡൻസിനെ ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. കാരണം ക്രെഡിറ്റൊക്കെ എത്രയും പെട്ടെന്ന് അച്ചീവ് ചെയ്യാനും പിന്നീട് നമുക്ക് വേണമെങ്കിൽ 3 വർഷം പഠിച്ച് ക്വിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന് ശേഷം പിന്നെയും തുടർന്ന് പഠിക്കാനുള്ള ഓപ്ഷൻ ഇതിനകത്തുനിന്ന് കിട്ടുന്നത് ഇതൊക്കെ ഒരു നല്ല ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറച്ചധികം കിട്ടുന്നുണ്ട്. ഇപ്പോൾ അധികം പറയുന്നത് പ്രൊഫഷണൽ കോഴ്സിന് പോയാൽ ജോലി സാധ്യതകൾ വർദ്ധിക്കുകയാണ്, ഡിഗ്രിയെ കൊണ്ട് ഉപകാരമില്ല എന്ന് പറയുന്നത്. പക്ഷേ ഇതതിനൊരു മറുപടിയായി തോന്നുന്നു. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി 4 വർഷ ബിരുദ പ്രോഗ്രാം നടപ്പിലാക്കാനുള്ള UGCയുടെ നിർദ്ദേശം കൂടിയാണ് കേരളം ഓണേഴ്സ് ഡിഗ്രി സമ്പ്രദായത്തിലൂടെ യാഥാർത്ഥ്യമാക്കുന്നത്. സംസ്ഥാനം പ്രത്യേകം ഏർപ്പെടുത്തിയ ഡോക്ടർ ശ്യാം വി മേനോൻ കമ്മീഷന്റെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പുതിയ കോഴ്സ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 3 വർഷം കഴിയുമ്പോൾ ബിരുദവും 4 വർഷം കഴിയുമ്പോൾ ഓണേഴ്സ് ബിരുദവും ലഭിക്കുന്ന തരത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന കരിക്കുലത്തിലൂടെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളുടെയും പെൺകുട്ടികളുടെയും കൊഴിഞ്ഞുപോക്ക് ഒഴിവാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. അതേസമയം മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് 2.5 വർഷം കൊണ്ട് ബിരുദം പൂർത്തിയാക്കാനുള്ള അവസരവും ഒരുക്കുകയാണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില ഘടകങ്ങൾ
നാം സ്വീകരിച്ചിട്ടുണ്ട്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1-ാം വർഷവും 2-ാം വർഷവും എക്സിറ്റ് നൽകുന്ന സമീപനം സ്വീകരിക്കുമ്പോൾ നമ്മൾ അത് അനുവദിക്കുന്നില്ല. 3-ാം വർഷം 133 ക്രെഡിറ്റ് എടുത്തതിന് ശേഷമാണ് ബിരുദധാരിയായിട്ട് പുറത്തു പോകാൻ സാധിക്കുകയുള്ളൂ. 1-2 വർഷങ്ങളിൽ എക്സിറ്റ് കൊടുക്കാത്തതിന് സുപ്രധാനമായ കാരണം 1-2 വർഷങ്ങളിൽ കാര്യമായ ഒന്നും ആർജിച്ചു എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. അതല്ലെങ്കിൽ സമഗ്രമായ രീതിയിൽ വിഷയത്തിലുള്ള അവഗാഹം വർദ്ധിക്കുന്ന തരത്തിലുള്ള ഒരു പഠനം 1-ാം വർഷം കൊണ്ടൊന്നും കിട്ടുകയില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് കൊഴിഞ്ഞുപോക്കിനാണ് ഇടയാക്കുക. ഒറ്റ അച്ചിൽ വാർത്തെടുത്തവർ എന്നതിനപ്പുറം വിദ്യാർത്ഥികളുടെ വ്യത്യസ്തമായ ശേഷികളെ പരിപോഷിപ്പിക്കാൻ കഴിയുന്ന ഒരു അക്കാദമിക സാഹചര്യമാണ് ഇനിയുള്ള കാലത്തിനാവശ്യമെന്ന് കേരളം തിരിച്ചറിയുകയാണ്. ഉന്നത പഠനത്തിനും ജോലിക്കുമായി നമ്മുടെ യുവജനങ്ങൾ വിദേശ പഠനം തിരഞ്ഞെടുക്കുന്ന കാലത്ത് ആഗോള ശൈലിയും സ്വാതന്ത്ര്യവും സുതാര്യതയും തൊഴിൽ നൈപുണ്യവുമെല്ലാം ഉറപ്പാക്കുന്ന തരത്തിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല പരിഷ്കരിക്കപ്പെടുന്നു. ഈ ദീർഘവീക്ഷണവും വിജ്ഞാന നിർമ്മിതിയിലേക്കുള്ള മികവുറ്റ കാഴ്ചപ്പാടുമാണ് കേരളത്തെ വിദ്യാഭ്യാസ രംഗത്തെ ദേശമാതൃകയായി മാറ്റുന്നത്. ഉടനിവർത്തി നമ്മൾ മണിതുയർത്തി മണ്ണിൽ തനിമയുടെ പുതിയൊരിടം കേരനിരതൻ ക്ഷേമമരുളും തെളിവായി ദിനവും